സാർ ഇത്തവണത്തെ ചലച്ചിത്ര പുരസ്കാരത്തിൽ വേടനും അവാർഡ് കിട്ടി. അത് സംബന്ധിച്ച് വലിയ വിവാദം. അപ്പം വേടന് പോലും എന്ന് സജി ചെറിയാൻ പറഞ്ഞത്. അതെ, അന്ന് വേടൻ തന്നെ തിരുത്തി എനിക്ക് പോലും എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വേടൻ ഒരു റാപ്പറാണ്, എന്നിട്ടും ഈ ഒരു അവാർഡ് കിട്ടി. അത് പോയിക്കോട്ടെ. ഇപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ന്യൂയോർക്കിൽ പുതിയ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സൊഹ്റാൻ മംദാനി, ഇയാളും പഴയ ഒരു റാപ്പറായിരുന്നു എന്നാണല്ലോ കേൾക്കുന്നത്. അതാ സത്യമാണത്. കാരണം ഒരാളൊരു പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ ആളുകൾ ഭൂതകാലം ചെയ്യുമല്ലോ. അതെ, ഇപ്പൊ മംദാനിയുടെ ഭൂതകാലം ചെകഞ്ഞ് മംദാനിയെ അവിടെ സത്യപ്രതിജ്ഞ ചെയ്യിക്കാതിരിക്കാനുള്ള പലതും റിപ്പബ്ലിക്കൻസ് ചെകഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തില് വന്നിരിക്കുന്ന ഒന്നാണ് വെള്ളിയാഴ്ച അവിടെ സ്റ്റീരിയോ ഗം എന്ന് പറഞ്ഞിട്ടൊരു പോപ്പുലർ ആയിട്ടുള്ള ജനപ്രിയമായിട്ടുള്ള സംഗീത മാസിക ഉണ്ട്, സ്റ്റീരിയോ ഗം. അപ്പോൾ അവർ 2017 ഈ റാപ്പറൊക്കെ ആകാൻ ആഗ്രഹിച്ചിരുന്നൊരു കാലം മംദാനിയുടെ. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ വ്യക്തിത്വം സ്ഥാപിക്കണ്ടേ, പാദമുദ്ര പതിക്കാൻ. അങ്ങനെ ആഞ്ഞിരിക്കുന്ന സമയമാണത് 2017. അപ്പൊ മംദാനി 2017 അയച്ചൊരു ഇമെയിൽ ഈ സ്റ്റീരിയോ ഗം എന്ന് പറഞ്ഞ സംഗീത മാസിക പുറത്ത് വിട്ടു വെള്ളിയാഴ്ച. അപ്പോൾ അതിൻ്റെ മുഖക്കുറിപ്പായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, സോറി വി മിസ്ഡ് ദിസ് മിസ്റ്റർ മേയർ ഇലക്ട്. മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മംദാനി, ഞങ്ങൾ അന്നിത് ചെയ്യാത്തതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇയാള് ഈ ആൽബങ്ങൾ ഇറക്കുമല്ലോ ആളുകൾ, അത് മനസ്സിലാവുമല്ലോ എല്ലാവർക്കും. അവരവര് പാട്ട് റെക്കോർഡ് ചെയ്ത് പാടി ഇറക്കുന്നത് സോളോ ആയിരിക്കും ഇല്ലേ, അല്ലാത്തതും ഒക്കെ. അപ്പൊ അങ്ങനെ ആൽബങ്ങൾ വരുമല്ലോ, ആ ആൽബങ്ങളുടെയൊക്കെ റിവ്യൂകൾ പ്രസിദ്ധീകരിക്കുന്ന മാസികയാണ് ഈ സ്റ്റീരിയോ ഗം, അമേരിക്കയിലെ വളരെ അറിയപ്പെടുന്ന മാസിക. അപ്പൊ അതില് 2017 മാർച്ച് 27 മംദാനി ഇമെയിൽ അയച്ചത് ഈ മാസികയ്ക്ക്. അപ്പോൾ അന്ന് ഈ റാപ്പർമാരിപ്പോ ഇയാളുടെ പേര് എന്തോ ഒരു മുരളി, ഹിരണ്യൻ മുരളി എന്നോ എന്തോ ആണ്. അപ്പോ ഹിരൺമയൻ മുരളി എന്നോ അങ്ങനെ എന്തോ ആണ്. അപ്പോ അതുപോലെ ഈ മംദാനിക്കും അന്നൊരു പേരുണ്ടായിരുന്നു. എന്താണെന്നറിയോ? അങ്ങേര് തന്നെ എടുത്തത്, വലിയ പാട്ടുകാരനൊക്കെ ആവുമ്പോൾ ഇടാം എന്നുള്ളത്. ആ പേര് ഇതിൽ പറഞ്ഞിരുന്നു, മിസ്റ്റർ കാർഡമം. ഏലം, മിസ്റ്റർ കാർഡമം എന്നാണ് പേര് വച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് ഇയാള് ചെയ്തിരുന്ന പാട്ട് സലാം എന്നുള്ള പാട്ടാണ്. സലാം എന്ന് പറഞ്ഞ ഈ പാട്ട് അന്ന് ആരും മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ സലാം എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ഞാൻ ഇത് ഇറക്കിയിട്ടുണ്ട്, ഇത് നിങ്ങൾ റിവ്യൂ ചെയ്യണം എൻ്റെ ആൽബം എന്ന് പറഞ്ഞിട്ടുള്ള ഇമെയിലാണത്. മിസ്റ്റർ കാർഡമം കൊടുത്ത് അയച്ചിരിക്കുന്നത് മംദാനിയാണ്. അപ്പോൾ ആ ഇമെയിലിൽ പറയുന്ന ഇതാണ്, ഞാൻ ന്യൂയോർക്കിൽ റാപ്പർ ആണ്, സലാം എന്നൊരു പാട്ട് ഇറക്കിയിട്ടുണ്ട്. അമേരിക്കയിൽ മുസ്ലിം ആയിരിക്കുക എന്നാൽ എന്ത് എന്നാണ് ഈ പാട്ടിൽ പറയുന്നത്. ഭയത്തിൻ്റെ വേര്, അതൊക്കെയാണ് ഇതിൽ ഞാൻ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങളുടെ മാസികയിൽ നിന്ന് ആരെങ്കിലും ഇതേപ്പറ്റി എഴുതുന്നത് എൻ്റെ ഒരു സ്വപ്നം ആണ്, അത് ഒന്ന് സാക്ഷാത്കരിക്കണം. എന്നിട്ട് ഈ സൗണ്ട് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടേ ഇത് ഈ പാട്ടൊക്കെ റിലീസ് ചെയ്യുന്ന അതിൻ്റെ ലിങ്ക്, സൗണ്ട് ക്ലൗഡിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ പാട്ടിലേക്ക് ചെല്ലാം. അപ്പോൾ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഈ പാട്ട് ഇയാൾ മേയർ ആയിട്ട് തിരഞ്ഞെടുത്തല്ലോ, 1-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. ഇതിപ്പോ ഈ സലാം എന്ന് പറഞ്ഞ പാട്ട് കേട്ട് നോക്കുമ്പോൾ വലിയ പ്രശ്നമാണ്. അത് ഹോളി ലാൻഡ് 5 എന്ന് പറഞ്ഞ ഭീകര സംഘത്തിനെ അനുകൂലിക്കുന്ന പാട്ടാണ് സലാം എന്ന് പറഞ്ഞ പാട്ട്. അത് 2008 ഹമാസിന് $12 മില്യൺ സംഭാവന ചെയ്ത 5 പേരാണ് ഈ ഹോളി ലാൻഡ് 5 എന്നറിയപ്പെടുന്നത്. അവരൊരു സംഘടനയുടെ ഭാഗമാണ്. അങ്ങനെ സംഭാവന ചെയ്ത ആ 5 പേരെയും കോടതി 65 കൊല്ലം മുതൽ 15 കൊല്ലം വരെ
വിവിധ കാലങ്ങളിലേക്ക് ശിക്ഷിച്ചു ആ 5 പേരെ. ആ ശിക്ഷിക്കപ്പെട്ട 5 പേരെ പിന്തുണയ്ക്കുന്ന പാട്ടാണ് ഈ സലാം എന്ന് പറഞ്ഞ ഈ മംദാനിയുടെ പാട്ട്. ഇപ്പോൾ അത് എല്ലാവരും കേൾക്കുന്നുണ്ട്. 2008 നവംബറിലാണ് ആ സംഭവം. ഡാലസ് ചാരിറ്റി, അതായത് ഹോളി ലാൻഡ് ഫൗണ്ടേഷൻ ഫോർ റിലീഫ് ആൻഡ് ഡെവലപ്മെൻറ്റ്, HLF എന്ന് പറഞ്ഞ സംഘടനയിൽപ്പെട്ടവരാണ് 5 പേര്. ഈ ഹമാസിന് ഇത്രയും പൈസ കൊടുത്ത ആളുകൾ. $12 മില്യൺ. ഈ 5 പേരുടെ പേര് പറയാം. ശുക്രി അബൂബക്കർ, ഫൗണ്ടർ, അതിൻ്റെ സ്ഥാപകൻ, 65 കൊല്ലം തടവിന് ശിക്ഷിച്ചു. ഗസൻ ഇലാഹി, അതിൻ്റെ സഹസ്ഥാപകൻ, അയാളെയും 65 കൊല്ലത്തേക്ക് ശിക്ഷിച്ചു. മുഫീദ് അബ്ദുൽ ഖാദർ, 20 വർഷത്തേക്ക് ശിക്ഷ. അബ്ദുറഹ്മാൻ ഓദെ, ന്യൂജേഴ്സിയിലെ ഈ സംഘടനയുടെ പ്രതിനിധി, അയാളെ 15 കൊല്ലത്തേക്ക് ശിക്ഷിച്ചു. മുഹമ്മദ് എൽ മെസൈൻ 15 കൊല്ലത്തേക്ക് ശിക്ഷിച്ചു. 1995 തന്നെ അമേരിക്കയിൽ ഹമാസ് ഭീകര സംഘടനയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇത്രയും $12 മില്യൺ എന്ന് പറഞ്ഞാൽ 106 കോടി രൂപ ഈ 5 പേര് ഹമാസിന് കൊടുത്തിട്ടുണ്ട്. കൊടുത്തത് വലിയ സംഭവമാണെന്നാണ് മംദാനി ഈ പാട്ടിൽ പറയുന്നത്. അപ്പോൾ മംദാനിയുടെ ഭക്ഷണ താല്പര്യം, ഭക്ഷണത്തോടുള്ള ക്രേസ്, അതും ഈ ഇപ്പോൾ പൊങ്ങി വന്നിട്ടുള്ള റാപ്പ് പാട്ടുകളിൽ നിറഞ്ഞു വെപ്പുണ്ട്. അപ്പോൾ കന്ത ചീപ്പ് ചാപ്പ് റോട്ടി എന്നൊരു പാട്ടിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയെ പറ്റി ഒരു പാട്ടിൽ പറയുന്നുണ്ട്. അത് 2016 പാട്ട്. ഒരു വീഡിയോയിൽ ഈ ഇന്ത്യയിലൊക്കെ വലിയ പാചകക്കാരിയായിട്ടുള്ള മധുർ ജഫ്രി ഉണ്ടല്ലോ, അവർ അഭിനയിച്ചിട്ടുണ്ട് ഒരു പാട്ടിൽ. മധുർ ജഫ്രി, നാനി എന്നാണ് ആ പാട്ടിൻ്റെ പേര്. അവർ തെരുവിൽ മംദാനിക്കൊപ്പം ഒരു പലഹാര വണ്ടി ഉരുട്ടുന്ന വീഡിയോ ദൃശ്യം അതിൻ്റെ അകത്തുണ്ട്. ഈ വിക്ടറി സ്പീച്ച് നടന്നില്ലേ ഇപ്പോൾ വിജയത്തിന് ശേഷം, ഐ എം എ മുസ്ലിം സോഷ്യൽ ഡെമോക്രാറ്റ് എന്നൊക്കെ പറയുന്ന ആ സ്പീച്ച് കഴിഞ്ഞിട്ട് ഇയാള് മറ്റേ ചുവട് വെച്ചതൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ധൂം മച്ചാലെ ധൂം എന്ന് പറഞ്ഞ പാട്ട് പശ്ചാത്തലത്തിൽ 2004 ധൂം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്ന ആ പാട്ട്. അപ്പോൾ പാട്ട് ഇപ്പോഴും അങ്ങനെ വിട്ടിട്ടില്ല പൂർണ്ണമായിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മറ്റൊരു വേടനായിരുന്നു ഈ മംദാനി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? വേടനേക്കാൾ ഭേദ. കാരണം ബലാത്സംഗ കേസൊന്നും ഇതുവരെ വന്നിട്ടില്ല ഇല്ലേ? അങ്ങനത്തെ കേസ് വേടന് മാത്രമാണ് അതിൽ നിന്ന് ഇമ്മ്യൂണിറ്റി ഉള്ളത്. ബാക്കി എല്ലാവർക്കും പോകേണ്ടി വന്നു ഇല്ലേ? ആ കേസിൽപ്പെട്ട പല ആളുകളും ഇപ്പോ ആ ഫ്രൈഡേ ഫിലിംസിന്റെ വിജയ് ബാബു എന്ന് പറഞ്ഞ ഒരാളില്ലേ, അഭിനയിക്കുകയൊക്കെ ചെയ്തിരുന്ന നിർമ്മാതാവ്, മുമ്പ് ചാനലിലൊക്കെ ഉണ്ടായിരുന്ന ഈ വിജയ് ബാബുവിന്റെ ഫ്രൈഡേ ഫിലിംസ് ഹോം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടാക്കിയിരുന്നു. നല്ല സിനിമയായിരുന്നു. ഇന്ദ്രൻസും മഞ്ജു പിള്ളയും ഉഗ്രനായിട്ട് ചെയ്തിരിക്കുന്നത്. ശ്രീനാഥ് ബാസി. പക്ഷെ ആ സിനിമ പരിഗണിച്ചു പോലുമില്ല അവാർഡ് കാലത്ത് പരിഗണിച്ചില്ല. അതിന് എത്രയോ അവാർഡ് കിട്ടാമായിരുന്നു. നല്ല സംവിധായകൻ, നല്ല തിരക്കഥ, നല്ല തീമായിരുന്നു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട അതിൽ അഭിനയിച്ചിരുന്ന ഒരു യുവതിയുമായി ബന്ധപ്പെട്ട കേസില് ഫ്രൈഡേ മറ്റേ വിജയ് ബാബുവിനെ പിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തപ്പോ ഇയാളെ നമുക്ക് വേണ്ടാന്ന് ജൂറി തീരുമാനിച്ചതാണ്. അതാണ് ഒരു പന്തിയിൽ 2 വിളമ്പ്. വേടന്റെ കാര്യത്തിൽ അത് ബാധകമായില്ല. അവാർഡും കൊടുത്തു. അപ്പോ വേടനാണ് എന്ന് പറയാം, പക്ഷെ റാപ്പർ എന്നുള്ള അർത്ഥത്തിൽ മാത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.